സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈറ്റ് സുച്ചു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടെ ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഒത്തിരി വലിച്ചു നീട്ടി ഇൻട്രോ പറയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ് ഇതാണ്. ഒരു അനാർക്കലി പോലത്തെ ഒരു ഡ്രസ്സാണ്. കുറേ നാളായി ഞാൻ മേടിച്ചിട്ട്, കുറേ പ്രാവശ്യം ഇട്ടൊക്കെയാണ്. അപ്പം ഇതും ഒരു ബ്ലാക്ക് പാൻറ്റും കൂടാണ് ഇന്ന് പെയർ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഉടുപ്പിട്ടു. ഇനിയിപ്പം ഒട്ടും താമസിക്കാണ്ട് നമ്മുടെ തലമുടിയുടെ പണിയിലേക്ക് പോകണം. കാരണം ഈ സാധനം ഞാൻ കെട്ടി വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. കാരണം അങ്ങനെ ഒതുങ്ങുന്നില്ല, എന്താണെന്നറിയത്തില്ല. പണ്ട് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തതാണ്, സ്ട്രെയിറ്റ് ചെയ്ത് ബോട്ടോക്സ് ചെയ്ത് കറാട്ടം ചെയ്ത് ഇനി ചെയ്യാൻ ഇതിനകത്തൊന്നും ഇല്ല. അങ്ങനെ പരീക്ഷിച്ച് തലമുടികൾ പോലെ ഇങ്ങനായി. പക്ഷെ ഇപ്പോഴും കുഴപ്പമില്ല, നല്ല സ്ട്രെങ്ത്തൊക്കെ ഉണ്ട്. പക്ഷെ ആഴ്ചയിലൊരു ഇങ്ങനെ ഒന്നര വിട്ട് തലമുടി കുളിക്കണം, എന്നാലും പറ്റും. ആദ്യമൊക്കെ ഇത് ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത്രയ്ക്ക് പ്രശ്നം കാണത്തില്ല. ആഴ്ചയിൽ 3 പ്രാവശ്യം വരെ നമ്മൾ വാഷ് ചെയ്താൽ മതി. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മാസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. ആഴ്ചയിൽ 1.5 വട്ടെങ്കിലും നമ്മൾ തലമുടി കഴുകണം. അതുകൊണ്ട് ഇങ്ങനെ ഇനിയിപ്പം കുഞ്ഞിയൊക്കെ എടുക്കണം. കാരണം ഫ്രണ്ടിൽ കുറേ പുതിയ മുടി, കൊച്ചു മുടികൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ പിന്നിടുവാണെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റും, ഇല്ലെങ്കിൽ പണിയാവും. അതുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ട് ഭാഗം മാത്രം ഞാൻ പിന്നിട്ടൊരു പോണിറ്റെയിൽ കെട്ടുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഹെയർ സ്റ്റൈല്. അതാകുമ്പോൾ എനിക്കും കുറച്ച് കാമായിട്ടിരിക്കാം. ഇല്ലെങ്കിൽ അല്ലാത്ത വല്ല ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ തലമുടി എല്ലാം ഫ്രണ്ടിലോട്ട് വരും, എപ്പോഴും അത്തേൽ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ ഫ്രണ്ടിലിപ്പം വരുന്നതൊക്കെ ചെറുതായിട്ട് കൊച്ചു മുടി ആയിക്കൊണ്ട് ചുരുണ്ടാണ് വരുന്നത്. പക്ഷെ നീണ്ട മുടി, കുറച്ച് നീളമുള്ള മുടിയാണെങ്കിൽ ഇങ്ങനെ നീണ്ടു കിടക്കും, അതൊക്കെ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഫ്രണ്ടിലിപ്പം വളർന്നു വരുന്ന തലമുടിയല്ല, ഭയങ്കര സീനാണ്. ഇങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പം ഇങ്ങനെ പിന്നി ശീലിച്ചുകൊണ്ട് പെട്ടെന്ന് പണി കഴിയുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ സൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ സൈഡും ചെയ്യണം, എന്നിട്ട് വേണം ഒരു പോണിറ്റെയിൽ കെട്ടാൻ. ചില സമയത്ത് ശരിയേ ആവത്തില്ല. അത് വല്ല തിരക്കേറിയ സമയത്ത് അങ്ങോട്ടും ഓടാൻ നിൽക്കുമ്പോൾ നമ്മൾ അല്ലാണ്ട് കെട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കിരിഞ്ഞ് പറഞ്ഞ് കിടക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് സീനാണ്, അലങ്കോലമായിട്ട് കിടക്കും. പിന്നെ ഇപ്പം എണ്ണയൊക്കെ തേക്കുന്നുണ്ട്, അമ്മ ഉണ്ടാക്കി തരുന്ന എണ്ണയാണ്. അത് തേക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ആശ്വാസമുണ്ട്. അത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സ്ഥലം നല്ല രീതിയിൽ കിടക്കും. ഷാമ്പൂ കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല രീതിയിൽ കിടക്കും. പിന്നെ ഈ പുറകിലിങ്ങനെ കിടക്കുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ്. ഈ ഇവിടെ ഇത്രയെല്ലാം കിടക്കുന്നത് പുതിയ മുടിയാണ്. പുതിയ മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത ഹെയർസ്. അത് അടിയിൽ അത്രയും ഭാഗം മാത്രമേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. അതിനിപ്പോൾ വെട്ടണം, അതാണ് സീൻ. ഈ വെട്ടം തോന്നിയിട്ട് ഓക്കെ. അപ്പോൾ ഇങ്ങനെ പിന്നി കഴിഞ്ഞു. ഇനിയിപ്പം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കെട്ടണം. ഈ കൂട്ടിച്ചേർത്ത് കെട്ടുമ്പോഴാണ് പ്രശ്നം. ഇപ്പം വെച്ച് ചീകി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോകും. ഓക്കെ, കെട്ടിക്കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പം വാസ്ലൈൻ, വണ്ടിയുടെ സൗണ്ട്. വാസ്ലൈൻ ഞാനിപ്പം ലിപ് ബാമിനും എല്ലാത്തിനും പകരം വാസ്ലൈനാണ് തേക്കുന്നത്. കാരണം വാസ്ലൈൻ എൻ്റെ ചുണ്ടിന് ഇണങ്ങുന്നുള്ളൂ. വാസ്ലൈൻ തേച്ച് കഴിഞ്ഞാൽ ചുണ്ടുണങ്ങുന്നതെല്ലാം മാറും. രാത്രിയിലാണെങ്കിൽ ഞാൻ തേച്ചിട്ട് കിടക്കുന്നത്. നമുക്ക് ലിപ്സ്റ്റിക് ഇടാം.
അപ്പോൾ ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ ആദ്യത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസൈറ്റിൻ്റെ ഷെയ്ഡ് 70 വിൻറ്റേജ്, അതും പിന്നെ ഞാനിപ്പം വൈൻ ടച്ചിൻ്റെ ഏതായിരുന്നു ബ്രാൻഡ്, ലാക്മേയുടെ ഫോറെവർ മാറ്റിൻ്റെ ഷെയ്ഡ് 20, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടുന്ന, അല്ലെങ്കിൽ വല്ലാത്തൊരു ഷെയ്ഡാണ്, അതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിടും. ഭയങ്കര ഡ്രൈ ലിപ്സ് ആയിക്കൊണ്ട് ഞാനിപ്പം വാസ്ലൈൻ തേച്ച് മസാജ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാറ്. കാരണം എനിക്ക് വേറെ ഒരു ലിപ് ബാമും പിടിക്കാറില്ല. അങ്ങനെ ഞാൻ 2 ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് തേച്ച് അതും കൂടെ ഞാൻ മേർജ് ചെയ്ത് ചെയ്യുമായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് തലമുടിയെല്ലാം കെട്ടി ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇനിയിപ്പം സൺസ്ക്രീൻ തേക്കാൻ ഞാൻ ആദ്യം മറന്നുപോയി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചെറുതായിട്ട് ഈ ഇടയ്ക്കൊക്കെ നല്ല മറന്നുണ്ട്. അപ്പം സൺസ്ക്രീൻ ഇടാൻ ഞാൻ മറന്നുപോയി. ഈ സൺസ്ക്രീൻ നല്ലതാണ്, ഞാൻ എപ്പോഴും ചെറിയ ബോട്ടിൽ മേടിക്കത്തു, ഓവർ യൂസ് ചെയ്യാൻ വേണ്ടി ആണ്. അപ്പം ഇത് ഇത്രയും നമ്മൾ തേച്ചു. ഇനി കരിമീനാന്ന് പറഞ്ഞ് ശരി എടുക്കുക. അന്നത്തെ കുരു ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കമ്മലിടാം. കമ്മലിട്ടിട്ട് നമുക്ക് പോകാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്ക്